ഹോർമുസിൽ വിജയിക്കാനാകില്ലെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ്. ഇതോടെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഈ മേഖല ആകെ വലിയ രീതിയിലുള്ള നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തുകയും യുദ്ധക്കപ്പലും യുദ്ധവിമാനങ്ങളും അടക്കമുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. 1000-ലധികം സൈനികരാണ് ഹോർമുസിന്റെ കടൽ തീരം ചേർന്നുകൊണ്ട് ഇപ്പോൾ സേവന പ്രവർത്തനത്തിന് വേണ്ടി നിലയുറപ്പിച്ചത്. എന്നാൽ അവർക്ക് മുൻപിലൂടെയാണ് ചൈനയുടെയും ഇറാന്റെയും കപ്പലുകൾ യഥേഷ്ടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 48 മണിക്കൂറിനിടയിൽ 60 കപ്പലെങ്കിലും ഈ തരത്തിൽ ഈ മേഖല കടന്നു പോയിട്ടുണ്ട് എന്നുള്ളിടത്തേക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണികൾ വിജയിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കപ്പലിന് നേരെ, പ്രത്യേകിച്ച് ചൈന വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയത് അമേരിക്കക്ക്. തങ്ങളുടെ കപ്പലിന് നേരെയോ തങ്ങളുടെ സംവിധാനത്തിന് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ കനത്ത രീതിയിലുള്ള തിരിച്ചടി വല്ലാതെ വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണിയും മുന്നറിയിപ്പും അമേരിക്കക്ക് നൽകിയെന്ന് പറയുന്ന സമയത്ത് ഈ മേഖല അശാന്തമാകാൻ വേണ്ടി അമേരിക്കയുടെ ഒരു വെടി മാത്രം മതി എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. പറയുക എന്നല്ലാതെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അമേരിക്ക ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാന്റെ 2 കപ്പലുകൾ ഹോർമുസ് കടൽ കഴിഞ്ഞ് അറേബ്യൻ തീരത്തിലേക്ക് എത്തുന്നതോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ അമേരിക്കയുടെ കപ്പലുകളിലെ സൈനികർ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കാര്യം തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും ഇറാന്റെ ജീവനക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഇറാന്റെ കപ്പലുണ്ടായിരുന്ന ഇറാന്റെ സൈനികർ ഇത് വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപായപ്പെടുത്തലോ ആക്രമണമോ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവസാന ഭാഗം എത്തിയ സമയത്ത്, അതായത് കപ്പൽ കടന്നു പോകുന്ന സമയത്ത് അമേരിക്കയുടെ സൈനികർ ഇറാന്റെ സൈനികർക്ക് ടാറ്റ പറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അനൗദ്യോഗിക റിപ്പോർട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ വന്നത് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഈ മേഖലയിൽ ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രം വിജയിക്കില്ലെന്ന് അമേരിക്കക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഈ യുദ്ധം ഒരു തരത്തിലും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലെന്നും ലക്ഷ്യം കാണാൻ സാധിക്കില്ലെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ യുദ്ധം നിർത്തുകയല്ലാതെ വേറൊരു പോംവഴിയുമില്ല. ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്നും ഭരണമാറ്റം എന്നുള്ളത് നമ്മുടെ സ്വപ്നം മാത്രമാണ്, അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിനിപ്പോൾ അവർ പറയുന്ന കാര്യം, തങ്ങൾ യുദ്ധവിരാമത്തെക്കുറിച്ച് ആലോചിക്കുന്നു, വലിയ രീതിയിലുള്ള സാമ്പത്തിക പാക്കേജ് എല്ലാം ഇറാന് വേണ്ടിയിട്ട് തങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അവർ വലിയ രീതിയിൽ സമൃദ്ധിയാവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വെടിനിർത്തൽ നിലനിൽക്കുകയാണ്. ആ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങളൊരു ചർച്ച, ഇനി 2ാം ഘട്ട ചർച്ച പാകിസ്ഥാനിൽ വെച്ച് ഉണ്ടാവും. അതോടുകൂടി അത് ഏറെക്കുറെ രമ്യതയിലെത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത് തുടർന്നും ഉണ്ടാവുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ എല്ലാ രീതിയിലുള്ള ഉദ്ദേശ കാര്യങ്ങളും ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഒരിക്കൽ പോലും ഈ വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രയാസത്തിലാണ് അമേരിക്ക ഉള്ളത് എന്നുള്ള കാര്യങ്ങളും വളരെ കൃത്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ച യുദ്ധമാണ് അവർ നടത്തുന്നത്. അവർക്ക് ഈ യുദ്ധത്തിൽ വിജയിച്ചേ മതിയാവും. ആയതിനാൽ ഏത് മേഖല കേന്ദ്രീകരിച്ചും ഏത് പ്രവൃത്തി കേന്ദ്രീകരിച്ചാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കണം. അത് അമേരിക്ക എന്നോ ഇസ്രായേൽ എന്നോ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. ആ തരത്തിലാണ് ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ചൈനയാണ് മറ്റൊരു കക്ഷി. ചൈന ഇപ്പോൾ ഇതേ രീതിയിൽ കണിശമായിരിക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയത്. തങ്ങളുടെ കപ്പലിന് നേരെ യാതൊരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാവാൻ പാടില്ല. അത്തരമൊരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി അവർ പറയുന്നു. അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയ ചൈനയുടെ കപ്പലാണ് എണ്ണയും വഹിച്ചുകൊണ്ട് ഹോർമുസ് കടൽ തീരം വിട്ടത്. ആ സമയത്തും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ചൈനയുടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായാൽ പിന്നീട് ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങും എന്നുള്ളത്
ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ പാറ്റേൺ തന്നെ മാറുമെന്നുള്ളതാണ്. ചൈനയെ ആക്രമിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചൈന അമേരിക്കയെ തിരിച്ചടിക്കും. അതൊരു ലോക യുദ്ധത്തിലേക്ക് എത്തുകയും ആ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ സൈലൻ്റായി നിന്നുകൊണ്ട് അവർ ഇസ്രായേലിനെ ശരിയാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അമേരിക്കയെ ആക്രമിക്കേണ്ട യാതൊരു വിഷയവും നിലനിൽക്കുന്നില്ല. അവരുടെ ലക്ഷ്യം പിന്നീട് ഇസ്രായേലായിരിക്കും. ഇസ്രായേലാണെങ്കിൽ അമേരിക്ക സജീവമായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ചൈനയുമായി ചേർത്ത് പങ്കാളിത്തം വഹിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ യുദ്ധവിജയത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് അശാസ്ത്രീയമാണെന്നും വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുമാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ അഭിപ്രായം. അതവർ തുറന്ന് പറയുകയും ചെയ്തു. ഇതുവരെ ചെയ്ത യുദ്ധം പൂർണ്ണമായ പരാജയമാണ്. മൊസാദിനെ പൈചാരി ഇസ്രായേലും ഇസ്രായേലിനെ പൈചാരി അമേരിക്കയും നിൽക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇറാൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കാത്തതാണ് ദയനീയമായിരിക്കുന്ന ഒരു പരാജയത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ അമേരിക്ക എത്താൻ വേണ്ടി കാരണം. ലോകത്ത് മുഴുവനും ഭയപ്പാടുള്ള ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് അമേരിക്ക. എന്നാൽ ഇറാനുമായി തൊട്ടതോടുകൂടി അതെല്ലാം ഇടിഞ്ഞുപോയി. അമേരിക്കയുമായിട്ടും നേർക്കുനേരെ യുദ്ധം ചെയ്താൽ അവർക്ക് പരാജയപ്പെടാനേ ഉള്ളൂ എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്തിന് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കുറേ ആളുകളെ കൊലപ്പെടുത്തി എന്നതൊഴിച്ചാൽ മുന്നേറാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ഗസയിൽ നടത്തിയിരിക്കുന്ന ആക്രമണവും അമേരിക്ക ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണം ഏറെക്കുറെ തുല്യം തന്നെയാണ്. മരണം നടന്നു എന്നതൊഴിച്ചാൽ ബാക്കിയൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച വീണ്ടും ഉണ്ടാകും. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ ഏത് കപ്പലിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണയുള്ള കപ്പലൊഴികെ ബാക്കി ഏത് കപ്പലിനും സ്വതന്ത്രമായ രീതിയിൽ ഇതിനെ വിരയിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ അതിനെ എതിർക്കൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ചുങ്കം തരാനുള്ള കാരണവും അവർ പറയുന്നുണ്ട്. രാജ്യം തകർന്നിരിക്കുകയാണ്, അത് പുനരുദ്ധാരണം നടത്തണമെങ്കിൽ സാമ്പത്തിക ആവശ്യമുണ്ട്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കടൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് ഹോർമുസ് എന്നതിനാൽ അവിടെ ചുങ്കം വാങ്ങുക എന്നുള്ളത് സ്വാഭാവികപരമായി ഞങ്ങൾക്ക് ചെയ്യാവുന്ന നീതിയാണ്. ഇത്രയും കാലം അത് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക വരുത്തി തീർത്തിരിക്കുന്ന ഈ ദുരന്ത അവസ്ഥ ലോകം മുഴുവൻ അനുഭവിക്കണം. ഞങ്ങൾ മാത്രമല്ല അനുഭവിക്കേണ്ടത്, മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഇത് അനുഭവിക്കണം എന്നുള്ളതും കൂടി അവർ പറയും. അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ഇറാൻ ഒരാൾക്ക് നേരെ യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധം ചെയ്യാൻ ഇറാന് താല്പര്യമില്ല. തങ്ങൾക്ക് നേരെ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള തങ്ങളുടെ അവകാശമാണ്. അവകാശത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഹോർമുസ് കടലിനെ കേന്ദ്രീകൃതമായ രീതിയിൽ എന്തെങ്കിലും ഇറാൻ എന്തെങ്കിലും ചെയ്തു വരുത്താം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതൊരിക്കലും നടക്കില്ല. തങ്ങളുടെ കപ്പൽ ഒരിക്കലും തടയുകയില്ല. അങ്ങനെ തടയപ്പെട്ടാൽ അമേരിക്കയുടെ കപ്പലെ തങ്ങൾ കടലിൽ മുക്കും എന്നുള്ളതാണ്. അവരുടെ മൈനുകൾ വളരെ കൃത്യമാണ്. ഇപ്പോൾ അതിനെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ കപ്പലുകൾ അവരുടെ മൈനുകൾ നശിപ്പിച്ചതായിരിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ടൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ നിർദ്ദേശത്തോടു കൂടി വളരെ കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുത്താണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, ഈ കപ്പലുകൾ സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ ചൈനയുടെ കപ്പൽ പോയി, ഇറാൻ്റേത് പോയി, മറ്റു പല രാജ്യങ്ങളുടേതും പോയി, യാതൊരു വിഷയവുമില്ല. ഇത് ആക്രമണം നടത്തും എന്ന് ഭയപ്പെടുത്തുക എന്നല്ലാതെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ദുരന്തം ഭയാനകരമായിരിക്കും എന്ന് അമേരിക്കക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിന് പിന്തുണ ആരുടെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു രാജ്യവും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ പിന്തുണയ്ക്കുന്നില്ല. അമേരിക്ക ചെയ്തത് അന്യായവും തെറ്റായിരിക്കുന്ന പ്രവൃത്തിയും രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നേരെ നടന്നിരിക്കുന്ന ആക്രമവുമാണ്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ അമേരിക്കൻ നിരീക്ഷണത്തിൽ വിടും. ഇപ്പോൾ തൊട്ട് മുമ്പ് വെനിസുലയിൽ നടന്നു. വെനിസുല കഴിഞ്ഞ സമയത്ത് ഇറാൻ കഴിഞ്ഞു. ഇനി ഇറാന് ശേഷം ക്യൂബയുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും അവസാനിക്കുന്നില്ല. ഒന്നിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഒന്നിനെ അമേരിക്ക കാണുന്നത്. ഇത് ആവർത്തിച്ചാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ മറ്റു ലോകരാജ്യത്തിനുണ്ടാവും. ലോകരാജ്യങ്ങൾ സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് നിലവിൽ അമേരിക്ക സൃഷ്ടിച്ചത്. അതങ്ങനെ പറ്റില്ല. അതിൻ്റെ നിലപാടിന് മാറ്റങ്ങൾ വേണം എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് ലോകം മാറിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. ആയതിനാൽ തന്നെ നിലവിലെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു രീതിയിലേക്കോ ഒരു അവസ്ഥയിലേക്കോ ലോകരാജ്യങ്ങൾ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാവണമെങ്കിൽ
അമേരിക്ക സ്വയം മാറേണ്ടതുണ്ട്. അമേരിക്ക സ്വയം മാറുക എന്ന് പറഞ്ഞാൽ എല്ലാ ലോക രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള, ബഹുമാനിക്കുന്ന രീതിയിലുള്ള സംവിധാനം വരുന്ന സമയത്ത് മാത്രമേ ചർച്ച പോലും വിജയിക്കൂ എന്ന് ഇറാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ആ ശരികളിൽ ഊന്നിയിരിക്കുന്ന നിലപാടാണ് ബ്രിട്ടനും കാനഡയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും എടുത്തത്. അമേരിക്കയുടെ നിലപാടുകൾ ശരിയല്ല, സമീപനങ്ങൾ ശരിയല്ല, അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. സമാധാനപരമായിരിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. യുദ്ധം പരാജയമാണ്, പൂർണ്ണ പരാജയമാണ്. ഒരിക്കൽ പോലും അമേരിക്കക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ലോകം അടയാളപ്പെടുത്തിയതാണ് എന്ന അഭിപ്രായമാണ് നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ പത്രങ്ങൾ പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്.